ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ അരാജകത്വം വളരുമ്പോൾ അത് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നത് ഇന്ത്യക്ക് തന്നെയാണ്. ബംഗ്ലാദേശിന് തൊട്ടു പിന്നാലെ നേപ്പാളും അത്തരത്തിലേക്ക് ഒരു വഴിയിലൂടെ നീങ്ങുന്നു. അവിടെ പക്ഷേ കലാപമല്ല, പകരം അവിടുത്തെ നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി കഴിഞ്ഞ ദിവസം ചൈനയിലെത്തുകയും ഒരു കരാറിൽ ഒപ്പിടുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു കരാർ തന്നെയാണത്. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നേപ്പാൾ കൂടി ഭാഗമാകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനെക്കുറിച്ച് ചൈന പറയുന്നത് ഹിമാലയൻ മൾട്ടി ഡൈമെൻഷൻ കണക്ടിവിറ്റി റോഡെന്നാണ്. അതായത് ഹിമാലയത്തെ ചുറ്റി വരിഞ്ഞുകൊണ്ട് ചൈന വളരെ കാലമായി നടത്തുന്ന ഒരു നീക്കത്തിന് പൂർണ്ണത കൈവരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച് അത്ര ആശ്വാസകരമായ കാര്യമല്ല, തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഹിമാലയം പോലുള്ള അവിടെയൊക്കെ ചൈനയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാകുന്നു. ഒപ്പം തന്നെ നേപ്പാളിലൂടെ ചൈനയ്ക്ക് യഥേഷ്ടം കടന്നു പോകുന്ന ഒരു റോഡ് കൂടി കടന്നു വരുമ്പോൾ സ്വാഭാവികമായും അയൽരാജ്യമായി ഇന്ത്യക്ക് അത് വലിയ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാക്കും. നിലവിൽ നേപ്പാൾ ഭീമമായ ഒരു തുക ചൈനയ്ക്ക് നൽകാനുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ പുതിയ കരാറിൽ ഒപ്പിടുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ അവിടെ എയർപോർട്ടുകളും മറ്റും പണിതിരിക്കുന്നത് ചൈനയാണ്. അവർക്ക് അതിനുള്ള പണം പോലും നൽകിയിട്ടില്ല എന്ന ഒരു വാർത്ത ഇതിനു മുൻപ് വന്നിരുന്നു. അതുമായി ചേർത്ത് വായിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ചൈനയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പണം കൊടുക്കാനില്ലാതെ വന്നപ്പോൾ ഈ ഒരു പദ്ധതിയിൽ ചേർന്നു എന്ന് വേണം കരുതാൻ. ഇതിന് സമാനമായിരുന്നു ശ്രീലങ്കയിൽ നടന്ന സംഭവം. ഹമ്പൻതോട്ട തുറമുഖം അടക്കം ചൈനയുടെ കയ്യിലേക്ക് എത്തിയതും ശ്രീലങ്കയുടെ സാമ്പത്തിക പാപ്പരത്തം മുതലെടുത്തുകൊണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്.